പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയംഗമമായി പ്രൈസ് അർപ്പിച്ചുകൊള്ളുന്നു. ഈ ഗ്രൂപ്പിലേക്ക് കണ്ടുവരുന്നു. ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കോർഡിനേറ്റർ ആൻഡ് എല്ലാ മെമ്പേഴ്സിനെയും കുടുംബസമേതം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ പ്രൈസ് അർപ്പിച്ചുകൊള്ളുന്നു. ഇന്നത്തെ അല്പനേരത്തെ പ്രബോധനത്തിനായിട്ട് ഞാൻ എടുക്കുന്ന വചനം എല്ലാവർക്കും ചിരപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. 23 സങ്കീർത്തനത്തിൻ്റെ 1-2 വാചകങ്ങളാണ്. യഹോവ എൻ്റെ ഇടയനാണ്, യഹോവ എൻ്റെ ഇടയനാണെന്ന് എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ വചന ദൈവകരങ്ങളിൽ കൊടുക്കുന്നു. കർത്താവ് സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമ്മളുടെ ഇടയൻ ആരാണ്? യഹോവ. യഹോവ നമ്മുടെ ഇടയൻ ആരാണ്? ഇടയൻ്റെ ആടുകളാകുന്ന നമ്മൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ, അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇത് പറയുന്നത്. ഇത് 100 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവ തന്നെ ദൈവം എന്നറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു, അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. ദൈവം മേയ്ക്കുന്ന ആടുകൾ ആണ് നമ്മൾ. അപ്പോൾ ഈ ആടുകൾക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ഒരു ആടിന് കിട്ടുന്ന? യഹോവ ഇടയനായിട്ടുള്ള ആടിന് കിട്ടുന്ന അനുഗ്രഹങ്ങളൊന്നും അവനൊന്നും കുറവുണ്ടാകില്ല, ഒരു മുട്ടുണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ ഒന്നിനും കുറവുണ്ടാകുകയില്ല. സങ്കീർത്തനം 34:9-10 വായിച്ചാൽ, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവൻ്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടയില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. 84:11 പറയുന്നു: യഹോവയായ ദൈവം സൂര്യനും പരിചയം ആകുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയ്ക്കും മുട്ടുണ്ടാക്കില്ല. നമുക്ക് നന്മയെ മുടക്കുകയില്ല. ഇതാണ് യഹോവ ഇടയനായിട്ടുള്ള ആൾക്കാർക്ക് ഒരു മുട്ടും ഉണ്ടാകില്ല, ഒരു കുറവും ഉണ്ടാകുകയില്ല. പിന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ നമ്മൾ വിശ്രമിക്കുന്നു. അപ്പൊ എന്താണ് ഈ പച്ചയായ പുൽപ്പുറങ്ങൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഗ്ലോറി. പച്ചയായ പുൽപ്പുറങ്ങൾ എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തുകൾ തന്നെ. ബൈബിളിലെ ഓരോ വചനവും നമ്മൾക്ക് കഴിക്കാനുള്ള പച്ചയായ പുൽപ്പുറങ്ങളാണ്. അത് ഏസ്തേർ 34:14-15 പറയുന്നു: നല്ല മേച്ചിൽപ്പുറത്ത് ഞാൻ അവയെ മേയ്ക്കും, ഇസ്രായേലിൻ്റെ ഉയർന്ന മലകൾ അവയ്ക്ക് കിടപ്പിടമായിരിക്കും, അവിടെ അവ നല്ല കിടപ്പിടത്ത് കിടക്കുകയും ഇസ്രായേൽ മലകളിലെ പുഷ്ടിയുള്ള മേച്ചിൽപ്പുറത്ത് മേയുകയും ചെയ്യും. ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കുകയും കിടത്തുകയും ചെയ്യുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ജോൺ 10:11 പറയുന്നു: ഞാൻ നല്ല ഇടയൻ. നമ്മുടെ ഇടയൻ യേശു ക്രിസ്തു, കർത്താവാകുന്ന യേശു ക്രിസ്തു പറയുന്നു: ഞാൻ നല്ല ഇടയൻ. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. നല്ല ഇടയൻ പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്ക് തന്നവയെ അറിയുകയും എനിക്കുള്ളവയെ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ആടുകൾക്ക് പച്ചപ്പുല്ല് എന്ന പോലെ ഭക്ത ഹൃദയത്തിന് ദൈവവചനം പോഷക ആഹാരമാണ്. അവയിൽ നമുക്ക് ഭക്ഷണം, വിശ്രമം, സംതൃപ്തി, സമാധാനം, ഉന്മേഷം എല്ലാം ഉണ്ട്. തിന്ന് വിശപ്പടക്കുമ്പോൾ മാത്രമേ ആട് പുൽപ്പുറത്ത് കിടക്കുന്നുള്ളൂ. ദൈവത്തിൻ്റെ വചനം നമ്മുടെ വിശപ്പ് മാറ്റുന്നു. പുഷ്ടിയും മേധസ്സും കൊണ്ടെന്ന പോലെ നമുക്ക് അപ്പോൾ തൃപ്തി വരുത്തുന്നു. ഹല്ലേലൂയ. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് ദാഹം തീർക്കുവാനും വിശ്രമിക്കാനുമായി നടത്തപ്പെടുന്നു. നമ്മുടെ വയറ് നിറഞ്ഞ് മേധസ് കൊണ്ടെന്ന് പോലെ നമുക്ക് തൃപ്തി വന്നു കഴിഞ്ഞ് നമുക്ക് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക്. സ്വസ്ഥതയുള്ള വെള്ളം എന്താണ്?
ആ സ്വസ്ഥതയുള്ള വെള്ളം പരിശുദ്ധാത്മാവിൻ്റെ കൃപകളെ കാണിക്കുന്നു. അത് നമ്മെ ശുദ്ധീകരിക്കുന്നു, ഉന്മേഷപ്പെടുത്തുന്നു, ശക്തീകരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരുവന് ആത്മീയ പോഷണം ലഭിക്കാതെ പോകുകയില്ല. കർത്താവിനെ അനുഗമിക്കുന്ന ഒരുവന് ആത്മീയ പോഷണം ലഭിക്കാതെ പോകുകയില്ല. യോഹന്നാൻ 4:14 യേശു സ്ത്രീയോട് പറയുകയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന ജീവനീരുറവയായി തീരും. യോഹന്നാൻ 7:37-39 പറയുന്നു, ഉത്സവത്തിന് മഹാദിവസമായി ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അത് എന്താ പറയുന്നത്? എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അവൻ ഇത് തന്നെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. ജീവനെ യഥാസ്ഥാനപ്പെടുത്തു. യഹോവ ഇടയനായിട്ടുള്ള ആടിനെ ജീവനെ യഥാസ്ഥാനപ്പെടുത്തുന്നു. നമ്മുടെ ആത്മാവ് ദുഃഖപൂർണമാകുമ്പോൾ ദൈവം നമ്മുടെ ഇടയൻ അതിനെ എന്ത് ചെയ്യുന്നു? അതിനെ ആശ്വസിപ്പിക്കുന്നു. പാപത്തിൻ്റെ കറകളെ നീക്കി ശുദ്ധീകരിക്കുവാൻ അവൻ മതിയായവനാണ്. ബലഹീനമാകുമ്പോൾ ശക്തീകരിക്കുന്നു. ആത്മശക്തി കുറഞ്ഞിരിക്കുന്നു, അവൻ നവീകരിക്കുന്നു, തണുപ്പിക്കുന്നു, അതായത് യഥാസ്ഥാനപ്പെടുത്തുന്നു എന്ന് അർത്ഥമുണ്ട്. നമ്മൾ സ്വന്തം വിവേകത്തിൽ ഊന്നുന്നത് മൂലമോ അസംതൃപ്തി മൂലമോ തൻ്റെ പച്ചയുടെ പാതയിൽ നിന്ന് തെറ്റിപ്പോയാൽ നമ്മോട് ദൈവം കൃപയുള്ളവനാണ്. നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം കൃപയുള്ളവനാണ്. പിന്മാറിപ്പോകുന്ന ആത്മാവിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയൂ. ഇടറുവാനോ വഴി തെറ്റുവാനോ നമ്മുടെ ദൈവം സമ്മതിക്കുകയില്ല. നമ്മളെ നീതിയുടെ പാതകളിൽ ഈ ദൈവം നമ്മളെ നടത്തുന്നു. ഇടയൻ്റെ കർത്തവ്യമാണത്, ആടിനെ നടത്തുക എന്ന്. നാം നടക്കുകയല്ല, നമ്മുടെ ഇടയൻ നമ്മെ നടത്തുകയാണ്. ആ പാത ഇടുക്കവും ഞെരുക്കവും ഉള്ളതായിരിക്കാം, പക്ഷെ അതാണ് നീതിയുടെ പാത. നാം നടക്കേണ്ടുന്ന പാത നമുക്ക് കാണിച്ചു തരുന്ന വഴികാട്ടിയാണ് നമ്മുടെ ഇടയൻ. 32:8 എഴുതിയിരിക്കുന്നു, സങ്കീർത്തനം 7. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നമ്മുടെ ഇടയന്റെ നടത്തിപ്പ് തിരുനാമം നിമിത്തമുള്ളതാണ്. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. മരണനിഴലിൽ താഴ്വരയിൽ കൂടി ഒരു ഭക്തൻ മരിക്കാൻ തുടങ്ങുമ്പോഴും ദൈവത്തോടുകൂടെ നടക്കുകയാണ്. പോകുവാനുള്ള വഴി നിശ്ചയമുള്ളവനെ പോലെ മരിക്കുന്ന വിശുദ്ധന്മാർക്ക് ഒരു പരിഭ്രാന്തിയുമില്ല. അവൻ ഭയപ്പെട്ട് ഓടുകയല്ല, എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുകയുമല്ല. താഴ്വരയിൽ നടക്കുകയല്ല, താഴ്വരയിൽ കൂടെ നടത്തുകയാണ്. മരണത്തിൻ്റെ ഇടനാഴിയിൽ കൂടെ നടന്ന് അമർത്യതയുടെ പ്രകാശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാം മരിക്കുകയല്ല, തേജസ്സിൽ ഉണരാനായി നിദ്ര കൊള്ളുകയാണ്. ഈ ലോകത്തിൽ മാത്രം ഓഹരിയുള്ള മനുഷ്യന് മരണത്തിൻ്റെ നിഴൽ ഭീകരമാണ്. എന്നാൽ ഇടയൻ അടുത്തുള്ള ദൈവ പൈതന്യം മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ലോക അവസാനത്തോടും നമ്മോട് കൂടെയുണ്ട് നമ്മുടെ ഇടയൻ എന്ന് താൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. സ്വർഗീയ യാത്രക്കാരന് എപ്പോഴും നല്ല കൂട്ടുണ്ട്. മനുഷ്യൻ എല്ലാം ഉപേക്ഷിക്കുമ്പോഴും കൊടുങ്കാറ്റിൻ്റെ ഹല്ലേലൂയ മധ്യത്തിലും കർത്താവ് നമ്മുടെ സമീപത്തുണ്ട്. അവൻ്റെ സാന്നിധ്യം നമുക്ക് മതിയായതാണ്. ഇടയൻ്റെ സ്ഥിര സാന്നിധ്യവും ശ്രദ്ധയും സൂക്ഷിപ്പുമുള്ളതിനാൽ ദോഷത്തെക്കുറിച്ച് ഒരാളും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇടയൻ്റെ വടിയും കോലും സംരക്ഷണത്തിൻ്റെയും വിടുതലിൻ്റെയും ചിഹ്നമാണ്. അല്ലെങ്കിൽ ഒരു ആത്മീയന് അവ എങ്ങനെയോ അതുപോലെയാണ് ഒരു ആടിന് അവ എങ്ങനെയോ അതുപോലെയാണ് ഒരു വിശ്വാസിക്ക് ദൈവവചനം. ശത്രുവിനെ തുരത്താനും ആടിനെ നടത്താനും
കുഴിയിൽ വീണുപോയ ആളിനെ ഉയർത്തുവാൻ ഈ വടി പര്യാപ്തമാണ്. ശത്രുക്കളുടെ ഇടയിൽ നമുക്ക് മേശ ഒരുക്കുന്ന ദൈവമാണ്. ഇടയൻ നമ്മെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും അവയ്ക്കായി പൊരുതുകയും ചെയ്യുന്ന ഇടയനാണ് നമ്മുടെ ഇടയൻ. ആളുകൾ സുരക്ഷിത ബോധത്തോടെ ഹല്ലേലൂയ സമൃദ്ധിയായി ആഹാരം കഴിക്കുന്ന ശത്രുവിൻ്റെ മുന്നിലും നമ്മുടെ തലയെ സുഗന്ധമുള്ള എണ്ണ കൊണ്ട് ഹല്ലേലൂയ അഭിഷേകം ചെയ്തിരിക്കുന്നു. നമ്മളുടെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. സമൃദ്ധമായ പാനീയവും സമൃദ്ധമായ ആഹാരം മാത്രമല്ല, സമൃദ്ധമായ പാനീയവും ഈ ഇടയൻ നമുക്ക് നൽകുന്നു. ഇപ്രകാരമുള്ള നന്മയും കരുണയും നമ്മുടെ ജീവിത അന്ത്യം വരെ നമ്മളെ പിന്തുടരുമെന്ന ഉറപ്പ് നമുക്ക് തരുന്നു. ഈ ജീവിതത്തിൽ മാത്രമല്ല, അടുത്ത ജീവിതത്തിലും ദൈവത്തിൻ്റെ ആലയത്തിൽ എന്നേക്കും വസിക്കുമെന്നുള്ള വിശ്വാസം, ഉറപ്പ് യോഹന്നാൻ 14:1-3 വരെ വായിക്കുക. വെളിപ്പാട് 21:22 പറയുന്നു. അങ്ങനെ ഈ ആണ് ഓരോ വിശ്വാസിയും ആലോചിച്ച് നോക്കുക. എൻ്റെ ഇടയൻ യഹോവയാണ്. എൻ്റെ ഇടയൻ യഹോവയാണെങ്കിൽ വാഗൊട്ട് പറയുകയല്ല, ആ ഹൃദയത്തിൽ വെച്ച് നമ്മുടെ ബുദ്ധിമുട്ട് വരുമ്പോൾ, നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ ഈ വചനം എടുത്ത് യഹോവയുടെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല ഹൃദയത്തിൽ പറഞ്ഞു നോക്കൂ. പല പ്രാവശ്യം പറഞ്ഞ് അത് ഹൃദയത്തിൽ ഉറപ്പിച്ച് പറയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ മാറും, ബുദ്ധിമുട്ടുകൾ മാറും. ഇത് നമ്മളൊന്ന് രുചിച്ചറിഞ്ഞാൽ നല്ലതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇടയൻ്റെ കീഴിൽ നമുക്ക് താഴ്മയോടുകൂടി ഇടയൻ്റെ വാക്കുകൾ അനുസരിച്ച് വടിയും കോലും നമ്മെ സംരക്ഷിച്ച്, ആ കോലും വടിയും കോലിൻ്റെ സംരക്ഷണത്തിൽ നമുക്ക് നിൽക്കാം. അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച്, അവൻ്റെ ഉപദേശങ്ങൾ അനുസരിച്ച്, ആജ്ഞകളനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നിത്യതയിൽ എത്തിച്ചേരുവാൻ നമുക്ക് കഴിയും. നിത്യതയിൽ കഴിയുവാൻ, താമസിക്കുവാൻ നമുക്ക് കഴിയും. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വചനം ഞാനിവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയംഗമമായ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു എവരിബഡി. ആമേൻ.